നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ കളിച്ചിട്ടുള്ള എല്ലാ കൊമ്പനാറ്റോ പൗലിസ്റ്റകളിലും ഞാൻ ഫൈനൽ കളിച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയർ പറയുകയാണ്. അദ്ദേഹം സാൻഡോസിലേക്ക് മടങ്ങിയെത്തി കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ കളിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് ഈ പ്രതികരണം നടത്തിയത്. ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ സാൻഡോസ്. നെയ്മർ വരുമ്പോൾ ഗ്രൂപ്പ് ബിയിൽ മുട്ടിടിച്ച് നിന്ന സാൻഡോസ ഗ്രൂപ്പ് ബിയിൽ 1-ാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ക്വാർട്ടറിൽ അവരുടെ എതിരാളികൾ ആരാണ് എന്നാണ് കളി. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. സാൻഡോസിൻ്റെ ക്വാർട്ടർ ഫൈനലിലെ എതിരാളികൾ ബ്രാഗന്റീനോയാണ്. ബ്രാഗന്റീനോക്കെതിരെ സാൻഡോസ് കളിക്കുന്നത് മാർച്ച് 2-നാണ്. അതായത് കളി ഇങ്ങെത്തി എന്നർത്ഥം. മാർച്ച് 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ സമയം മാർച്ച് 3 പുലർച്ചെ 5:15 സാൻഡോസിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 9 സെമി ഫൈനൽ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും നെയ്മർ ജൂനിയർക്കും സംഘത്തിനും ബ്രാഗന്റീനോയെ മറികടന്നുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ആ കളി പിന്നെ കൊമ്പനാറ്റോ പൗലിസ്റ്റ മത്സരങ്ങൾ അങ്ങനെ കഴിഞ്ഞ് അവസാനിച്ചാൽ എന്ന് തുടങ്ങും ബ്രസീലിയേറോ സീരി എ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ബ്രസീലിയേറോ സീരി എയിൽ നെയ്മറുടെ ടീമിൻ്റെ ആദ്യ കളി വാസ്കോ ഡി ഗാമയ്ക്കെതിരെയാണ്. അതെ, ഫിലിപ്പെ കുട്ടീഞ്ഞോ കളിക്കുന്ന വാസ്കോ ഡി ഗാമയ്ക്കെതിരെ സാൻഡോസിൻ്റെ മത്സരം മാർച്ച് 29-നാണ്. ഏതായാലും ഒരു പിടി മികച്ച മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നർത്ഥം. നെയ്മർ ജൂനിയർ തൻ്റെ ഫോമിൻ്റെ പാരമ്പര്യയിലേക്ക് എത്തുന്നത് കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ മാർച്ച് 29 ബ്രസീലിയേറോ സീരിയെ തുടങ്ങുന്നതിന് മുമ്പ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിലും ഒരു പക്ഷേ നമുക്ക് അർജൻറ്റീനയ്ക്കെതിരെ നെയ്മറെ കാണാൻ പറ്റിയേക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.